ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയാലോ അല്ലേ? കുറേ നാളായില്ലേ കണ്ടിട്ട്. അപ്പോൾ ചേട്ടായി വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോഴത്തേനും 2 മീൻ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. 2 അല്ല, ഇത് 4 എണ്ണം ഉണ്ടായിരുന്നു. എന്താണെന്ന് മനസ്സിലായി എല്ലാവർക്കും? ഇതാണ് നങ്കെന്നാണ് പറയുന്നത് കേട്ടോ. ഇതിന് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് കാണിക്കാം. ഇതാണ് സംഭവം. ഇത് കടലിലാണോ കായലിലാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. വളരെ സിമ്പിളാണ്. 2 സൈഡത്തെ തൊലി അങ്ങ് പൊളിച്ച് കളഞ്ഞാൽ മതി. പിന്നെ അതിൻ്റെ 2 സൈഡിലും മുള്ളുമുണ്ട്. അതും അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം റെഡി. അതിങ്ങനെ ഒരു ആവശ്യത്തിൽ ഞാൻ 2 സൈഡിലും വേണ്ട സിമ്പിളായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം ഇത് 2 സൈഡിലും അതേപോലെ ഒരു വരയും കൊടുത്ത് ഇതിങ്ങനെ അങ്ങോട്ട് ഒരു പൊക്കിയെടുക്കുമ്പോൾ തൊലി അങ്ങോട്ട് പൊളിഞ്ഞ് പോരേണ്ടതായിരുന്നു ഗെയ്സ്. പക്ഷേ അതെന്ത് ചെയ്തെന്നാൽ പറ്റുന്നില്ല. അവിടെ പണി പാളി. ഇവനും ഞാനും തമ്മിൽ പിന്നെ ഒരു എന്താ പറയുക, ഇനി ഭയങ്കര ഒരു യുദ്ധമായിരുന്നു. അങ്ങോട്ട് സെറ്റാവുന്നില്ല എന്ത് ചെയ്താലും. പിന്നെ അങ്ങോട്ട് സെറ്റാക്കണമല്ലോ. ഇവൻ്റെ കൊമ്പനെ വരെ നമ്മൾ സെറ്റാക്കിയിട്ടുള്ളതല്ലേ. തോറ്റ് പിന്മാറാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാനത് അവനെ സെറ്റാക്കി. നമ്മളോടെ കളി അല്ലേ. അങ്ങനെ ഞാൻ ഭാഗ്യത്തിന് 2 എടുത്തോളൂ കേട്ടോ. ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ സമയത്തിന് റെഡിയാക്കത്തില്ലായിരുന്നു. എന്തോ എവിടെയോ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത് സിമ്പിളായിട്ട് പൊളിഞ്ഞു പോകേണ്ടതാണ്. എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അതാ 2 എടുത്ത് നല്ലതുപോലെ ക്ലീനാക്കി. കണ്ടല്ലോ, ക്ലീനാക്കി കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം, മനസ്സിനൊരു സുഖം, ആ ഒരു സന്തോഷം. പിന്നെ അത് വറുക്കാനാണല്ലോ. അപ്പോൾ അതിൻ്റെ പുറത്തിങ്ങനെ ഓൾറെഡി ഇങ്ങനെ വരഞ്ഞു കൊടുക്കണമല്ലോ, മസാലയൊക്കെ പിടിക്കണ്ടേ. പിന്നെ ഞാനത് അങ്ങനെ തന്നെ വലുതായിട്ടല്ല എടുത്തത്, കഷ്ണിച്ചാണ് എടുത്തത്. അപ്പം വറുക്കാനുള്ള മസാല മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഇഞ്ചി ചതച്ചത്, കുരുമുളക് ഇടാം. കുരുമുളക് എൻ്റെ കയ്യിലില്ലായിരുന്നു, നിങ്ങൾക്കിടാം കേട്ടോ. ഞാൻ പകരം എൻ്റെ സുന്ദരക്കുട്ടപ്പൻ മീനിട്ട് നല്ല സെറ്റാക്കി. ഇതുപോലെ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. പിന്നെ ഒരു പാൻ വെച്ചു, എണ്ണ ചൂടായി. ഇപ്പോൾ നമുക്ക് കരിയാപ്പില ഇട്ട് കൊടുക്കാം. സോറി, അതും എൻ്റെ കയ്യിലില്ലായിരുന്നു. സുന്ദരക്കുട്ടപ്പനായ മീനെ ഞാൻ അതിൻ്റെ വാരിയിട്ട് വെച്ചു. അങ്ങനെ അവനവിടെ കിടന്ന് ഫ്രൈ ആവട്ടെ. തിരിച്ചും മറിച്ചും ഞാൻ അവിടെ ഇട്ട് ഫ്രൈ ആക്കി. ഇതുപോലെ. അപ്പം നമുക്കിനി ടേസ്റ്റ് നോക്കണമല്ലോ. ടേസ്റ്റ് നോക്കേണ്ട സമയമായപ്പോൾ വേറെ ആരുമില്ല, ഞാൻ തന്നെ ടേസ്റ്റ് നോക്കണം. കാരണം അന്ന് സമയത്ത് ഇവിടെ ആരുമില്ലായിരുന്നു. അങ്ങനെ ടേസ്റ്റ് നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. ചൂടോടെ തന്നെ എടുത്തു. അങ്ങോട്ട് നല്ല സൂപ്പറായിട്ട് പൊള്ളിയെങ്കിലും ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ കള്ളം പറയണതല്ല കേട്ടോ, അടിപൊളിയാണ്. ഇത് പച്ചയും ഉണക്കയും കഴിച്ചവർക്കറിയാം, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.